ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിലുൾപ്പെടെ ഇന്ന് വോട്ടെടുപ്പ് നടന്നു. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. NDAക്ക് 300-ലേറെ സീറ്റ് നൽകിയപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രവും വനിതാ സംവരണവും യാഥാർത്ഥ്യമായി എന്ന അമിത്ഷായുടെ നിലപാടാണ് ഇന്ന് വാർത്തകളിൽ ശ്രദ്ധേയമായത്. 400 സീറ്റ് നൽകണമെന്ന് BJP അഭ്യർത്ഥിക്കുന്നതിൽ നിന്നും ആശയം വ്യക്തമെന്നും അമിത്ഷാ പറയുന്നു. അതുപോലെ തന്നെ അഗ്നിവീർ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. അഗ്നിവീർ ഇല്ലാതാക്കുമെന്ന് ഇന്ത്യ ഘടകകക്ഷികൾ പറയുന്നു. വിശാലമായൊരു വാർത്താ ദിവസമാണ് എന്നത്തെയും പോലെ ഇന്നും കടന്നുപോയത്. ഇന്ന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളിലേക്ക് കടക്കുകയാണ് മഹാഭാരതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ 60% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ത്രിപുരയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്, 79.9%. ബീഹാറിലാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂരിൽ 68% പേരും വോട്ട് ചെയ്തു. അതിനിടെ ബംഗാളിൽ തെരഞ്ഞെടുപ്പിനിടെ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് പോളിംഗ് പെർസെൻറ്റ്, അതായത് ഈ 102 മണ്ഡലങ്ങളിലേക്ക് നടന്ന പോളിംഗിൻ്റെ ഒരു ശതമാനക്കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മികച്ച പോളിംഗ് തന്നെ നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ശക്തമായ ഒരു പോളിംഗ് ത്രിപുരയിൽ നടന്നിരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് ഇന്ന് നടന്ന പ്രഥമ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ ഒരു പ്രതികരണത്തിൽ നിന്നും, ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? ഐസൺ, 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. 16 സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 ലോക്സഭാ മണ്ഡലങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം 543 മണ്ഡലങ്ങളിലേക്കാണ് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ 102 മണ്ഡലങ്ങളിൽ ഇന്നിപ്പോൾ പോളിംഗ് അവസാനിക്കുമ്പോൾ 60%മാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ഇന്നത്തെ പോളിംഗ് പെർസെൻറ്റേജ് എന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം നൽകുന്ന ഒരു പെർസെൻറ്റേജ് തന്നെയാണ്. കാരണം വലിയ പ്രചരണ പരിപാടികൾ കഴിഞ്ഞ കുറേ നാളുകളായി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രചരണം ജനങ്ങളിലേക്ക് എത്തുന്നുവെന്നും ജനങ്ങൾ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്നുവെന്നത് തന്നെയാണ് ഈ ഒരു പോളിംഗ് ശതമാനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ത്രിപുരയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. എന്തായാലും അവിടെ 79% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബീഹാറിൽ 47 വോട്ടിംഗ് പെർസെൻറ്റേജ് കാണുന്നത്. ബീഹാറിലാണ് ഏറ്റവും കുറച്ച് ഇന്നിപ്പോൾ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മികച്ച പോളിംഗ് നടന്നു വന്നത് വളരെ ശ്രദ്ധേയമായി. അതിലേറ്റവും ആകർഷിച്ചത് മണിപ്പൂരിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ്. മണിപ്പൂരിൽ 68% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മണിപ്പൂരിൽ അടുത്ത കാലത്ത് നടന്ന കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് ബഹിഷ്കരിക്കാനും അല്ലെങ്കിൽ വോട്ടിംഗ് അട്ടിമറിക്കുമെന്നൊക്കെയുള്ള വലിയ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ ഭീഷണികളും ഒക്കെ നിലനിന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവിടെ മികച്ച രീതിയിൽ വോട്ടെടുപ്പ് നടന്നു. കാര്യമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മണിപ്പൂരിൽ. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, പോളിംഗ് സ്റ്റേഷനിൽ ചെറിയ ഉന്തും തള്ളും ഉണ്ടായതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ ഒരു തരത്തിലുമുള്ള സംഘർഷമില്ലാതെ തന്നെ മണിപ്പൂരിൽ വോട്ടെടുപ്പ് ആദ്യഘട്ടം മികച്ച രീതിയിൽ നടന്നുവെന്ന് മാത്രമല്ല 68% ആളുകൾ ഇന്നിപ്പോൾ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തി എന്നതും ശ്രദ്ധേയമായി. എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പ് ഈ രീതിയിൽ പല പ്രശ്നബാധിത സംസ്ഥാനങ്ങളിലും പോളിംഗ് ഉണ്ടായിരുന്നു. മണിപ്പൂർ മാത്രമല്ല, ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ ലോക്സഭാ മണ്ഡലത്തിലും ഇന്നാണ് വോട്ടെടുപ്പ് നടന്നത്. അവിടെയും മികച്ച പോളിംഗ് ഉണ്ട്. 75% ഉദ്ധംപൂരിൽ പോളിംഗ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒപ്പം ഛത്തീസ്ഗഡിലെ ബസ്തർ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നായിരുന്നു വോട്ടെടുപ്പ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ 29 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാസേന വധിച്ച പലപ്പോഴും സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരതയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ബസ്തർ. ആ ബസ്തറിലും ഇന്നിപ്പോൾ സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് നടന്നു. പക്ഷേ പശ്ചിമ ബംഗാളിലാണ് വ്യാപക അക്രമ സംഭവങ്ങൾ ഈ തവണയും റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമ ബംഗാൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അവിടെ അക്രമം അരങ്ങേറുന്നതാണ്. ഇന്നും പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ TMCയുടെയും BJPയുടെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പലയിടത്തും BJP സ്ഥാനാർത്ഥികളെ തടയുകയും അവരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം പശ്ചിമ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഐസർ.
അക്രമ സംഭവങ്ങൾ ഒന്നും അധികം റിപ്പോർട്ട് ചെയ്യാതെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് വിധിയെഴുതി. 62.08% പോളിംഗ് ആണ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയത്. കന്യാകുമാരിയിൽ മാത്രം 63% വോട്ട് രേഖപ്പെടുത്തി. തമിഴ്നാട്ടിൽ നിന്നും അഖിൽ പാലോട്ടുമഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്ന തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് കനത്ത പോളിംഗിലേക്ക് തന്നെയായിരുന്നു രാവിലെ മുതൽ തിരക്ക് ഉണ്ടായിരുന്നത്. ഈ വൈകുന്നേരവും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 39 മണ്ഡലങ്ങളിലാണ് ഇത്തവണ തമിഴ്നാട്ടിൽ ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത്. പോണ്ടിച്ചേരി അടക്കം 40 സ്ഥലങ്ങളിലാണ് വിധിയെഴുതുന്നത്. ത്രികോണ മത്സരം തന്നെ നടക്കുന്നുണ്ട്. കാരണം NDA ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്. അണ്ണാമലയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ എൽ മുരുകനും അതുപോലെ മുൻ കേന്ദ്രമന്ത്രിയായ പൊൻ രാധാകൃഷ്ണനും അടക്കമുള്ളവരൊക്കെ തന്നെ മത്സര രംഗത്തുണ്ട്. അങ്ങനെ വലിയ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇളക്കുടിയിലെ ഒരു ബൂത്തിലാണ്. അതായത് നാഗർകോവിൽ മണ്ഡലത്തിലെ ഇളക്കുടി ബൂത്തിലാണ്. 44, 45, 46, 48 അങ്ങനെ 4 ബൂത്തുകൾ ചേർന്ന ഒരു സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോഴും അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അവിടെ ബൂത്ത് ഏജന്റുമാർ, പോളിംഗ് ഏജന്റുമാർ അടക്കമുള്ളവർ ഇപ്പോഴുമുണ്ട്. ഏറ്റവും അവസാനത്തിന്റെ ഘട്ടത്തിലെ വോട്ടും അവിടെ രേഖപ്പെടുത്തുകയാണ്. വലിയ ജനസമ്മതി അല്ലെങ്കിൽ വലിയ ജനഹിതം ഇവിടെയും ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ രാവിലെ മുതൽ ഒരു സ്ഥലത്തും ഏകദേശം 186 സ്ഥലങ്ങൾ പ്രശ്നബാധിത ബൂത്തായി സർക്കാർ വിലയിരുത്തിയിരുന്നു, പോലീസ് അധികാരികൾ വിലയിരുത്തിയിരുന്നു. അതിൽ 108ഓളം വരുന്ന അതീവ തീവ്രതയുള്ള ബൂത്തുകളും ഉണ്ടായിരുന്നു. പക്ഷേ വലിയ തോതിലുള്ള സംഘർഷങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൽ ഒന്ന് കാര്യമുണ്ടായിരുന്നത്, കേരളത്തിൽ നിന്നെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് സുരക്ഷ ഒരുക്കുന്നതിലേക്കായി കേരളത്തിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് ടോട്ടലായിട്ട് ഇതിന്റെ ഇലക്ഷൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നത്. അതിൽ കേരളത്തിൽ നിന്നും ഏകദേശം 1000ഓളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. രാവിലെ ഒക്കെ തന്നെ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത് പിന്നീടും അതും പരിഹരിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏറ്റവും അവസാന ഘട്ടത്തിലെ ക്രമീകരണങ്ങളോട് അല്ലെങ്കിൽ ഏറ്റവും അവസാന ഘട്ടത്തിലൂടെ വോട്ടെടുപ്പ് സമാധാനപൂർണ്ണമായി തന്നെ തമിഴ്നാട്ടിൽ അവസാനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് ഉണ്ടാകുന്നത്. അതായത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളോട് BJPയുടെ ദേശീയ നേതാക്കൾ, സംസ്ഥാനത്തെ നേതാക്കൾ അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നതാണ്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ. ഏറ്റവും അവസാനത്തെ, ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ ഏറ്റവും അവസാനത്തിന് ശേഷം വോട്ട് രേഖപ്പെടുത്തി വരുന്ന 2 പേരാണ് ഇവരെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയായിരുന്നു? Tamil please. Tamil or English? വോട്ട് அது லிஸ்ட்ல பேர் இல்லை, ஃபர்ஸ்ட் லிஸ்ட்ல பேர் இல்லைன்னு சொல்லிட்டாங்க. அப்புறம் இப்போதான் கடைசி டைம்ல வந்து சொன்னாங்க. ஸோ அவசரமாக வந்து വോട്ട് പോട്ടതിൽ സന്തോഷം ഇരിക്കാം. യെസ് യെസ്. എന്തായാലും ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹോത്സവങ്ങളിൽ ഒന്നായ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരിൽ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ സന്തോഷം ആ വോട്ടർ നമ്മളോട് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ BJPയുടെ നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. കാരണം വലിയ രീതിയിലാണ് കന്യാകുമാരിയെ BJP വിജയപ്രതീക്ഷ വെക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ MP ആയിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്നവരൊക്കെ ആയ പൊൻ രാധാകൃഷ്ണനാണ് ഇവിടെ മത്സരിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ബൂത്ത് പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ മുൻ MLA ആയിട്ടുള്ള BJPയുടെ പ്രമുഖ നേതാവായിട്ടുള്ള വിജയധരണി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. മേഡം வணக்கம் இருக்கு. இப்போ இந்த ஓட்டு முடியத போகுது, எப்படி இருக்கு இந்த BJP வாய்ப்புங்க? ரொம்ப பிரகாசமாக இருக்குது. BJP கட்சியுடைய வாய்ப்பு நல்லா இருக்குது. சொல்லப்போனால் இந்த வாக்குகள் வந்து மக்கள் வந்து உற்சாகமாக போடுறதுல கொஞ்சம் சுணக்கம் இருந்தது. അതെല്ലാം ഇപ്പോൾ ഉച്ചയ്ക്ക് പിറക് കുറച്ച് കുറേ ആൾക്കാർ വരാൻ തുടങ്ങി. ഇപ്പോൾ എങ്ങാണ്ട് ഒരു 63.8% 5 മണിയുടെ നിലവരം 63.8% വോട്ട് പതിവായിട്ടുള്ളത്. ഇനി 6 മണിയാകുമ്പോൾ ചിലപ്പോൾ അത് 70% മാറാനുള്ള സാധ്യത ഉണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് ഇച്ചിരി കുറവാണ്. എന്നെ വെച്ച് എനിക്ക് പറയുമ്പോൾ സാധാരണ പോളിംഗ് പെർസെൻറ്റേജ് 75-78% ഉണ്ടെങ്കിൽ അത് ഒരു നല്ല വെറ്റി വായ്പ കാണാൻ നല്ല വെറ്റി എന്നെ ആരാധ ഒരാൾ വെറ്റി പെടണം. എന്നാലും 70-78% ഉണ്ടെങ്കിൽ തമിഴ്നാട് മുഴുവനും ഈ പ്രാവശ്യം
പോളിംഗ് പെർസെൻറ്റേജ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. ഇതിൽ വന്നൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി കാണുന്നത് ഇതിൽ ലീഡർഷിപ്പ് വന്ന് BJP കാൻഡിഡേറ്റ് വന്ന് അണ്ണാമല മത്സരിക്കുന്നു, കേന്ദ്രമന്ത്രി എൽ മുരുകൻ മത്സരിക്കുന്നു, മുൻ ഗവർണറായ തമിഴ് സുന്ദരരാജൻ മത്സരിക്കുന്നു, ഇത് കന്യാകുമാരിയിലെ വന്ന് മുൻ அமைச்சர் தானே பொன் ராதாகிருஷ்ணன் மச்சான் അങ്ങനെ லீடர்ஷிப் வந்து இந்த போட்டியில இடப்பட்டிருக்கு. அப்படி என்ன BJPக்கு இத்தவணை വലിയ வாய்ப்பு இருக்கும் இந்த பிரவர்த்தகர்கிட்ட எல்லாமே பேசும்போது தோணுது அப்படி ஒரு வாய்ப்பு இருக்கா? நிச்சயமாக അങ്ങനത്തുള്ള ഒരു വായ്പ നിശ്ചയமாக ഇருக்கு. എല്ലാ ലീഡേഴ്സും മത്സരിക്കുന്നുണ്ട്, അവർക്കെല്ലാം നല്ല ചാൻസ് ഉണ്ട്. ആദ്യത് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഞാൻ ക്യാമ്പയിന് വേണ്ടി പോയ സമയത്ത് നല്ല ഒരു ഉത്സാഹമുണ്ട്. മക്കൾ മധ്യയിൽ ഒരു മാറ്റം വേണം, ഒരു ചേഞ്ച് വേണമെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. പെണ്ണുങ്ങൾ പറയുന്നത് കൂടുതൽ ഒരു ചേഞ്ച് വേണമെന്ന്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ട് നിങ്ങൾ പറഞ്ഞ ഈ കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാത്തിലും നമുക്ക് ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിൽ അതുപോലെ ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇവിടെ BJP നേതാക്കൾ പറയുന്നത് പോലെ തന്നെ ഈ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ അലയൊലികൾ അടിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ രാജ്യം ആര് ഭരിക്കണം അല്ലെങ്കിൽ രാജ്യത്തെ ഏതു തരത്തിൽ മുന്നോട്ട് നയിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ആ ജനവിധിയുടെ ഒന്നാം ഘട്ടത്തിന് ശാന്തപൂർണമായി സമാധാനപൂർണമായി തിരശ്ശീല വീഴുകയാണ്. എന്തായാലും ഇനിയും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കഴിഞ്ഞ് ഈ ജൂണിലേക്ക് വോട്ടെണ്ണൽ എത്തുമ്പോഴേക്കും രാജ്യം ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിലേക്ക് പോകും. ചിലപ്പോൾ സൽഭരണത്തിന്റെ മൂന്നാം തുടർച്ച തന്നെ ഉണ്ടാകും എന്നതാണ് രാജ്യത്തിന്റെ ഫലഭാഗങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്.